ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് ഉണക്കച്ചെമ്മീൻ കിട്ടിയപ്പോൾ ചെമ്മീനും മാങ്ങായും മുരിങ്ങയ്ക്കായും കൂടി ഇട്ടൊരു കറി വെച്ചാലോ എന്ന് കരുതി. അതിനായി ചെമ്മീൻ എടുത്ത് ഒരു ചീനിച്ചട്ടി എടുത്ത് ചെമ്മീൻ അതിലിട്ട് വറുത്ത് നല്ലവണ്ണം ചൂടാക്കണം. നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ട് ഒരു മുറത്തിലോട്ട് കുടഞ്ഞിട്ടിട്ട് ഇടികല്ലിൻ്റെ കുഴവി കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ പണ്ട് തേങ്ങാമുറിയുടെ ആ ചിരട്ട കൊണ്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇടികല്ലിൻ്റെ കുഴവി കൊണ്ട് ഉരുട്ടി കൊഞ്ചിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ബാക്കി അഴുക്കൂടെ പാനായിട്ട് ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോഴാണ് ഇന്ന് ചക്ക വേവിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറേ ചക്കക്കുരു എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം അതിനകത്തിന് കുറച്ച് ചക്കക്കുരുവും കൂടെ എടുത്തു. ചക്കക്കുരുവും മുരിങ്ങയ്ക്കായും ചെറിയ ഉള്ളിയും മാങ്ങായും പച്ചമുളകും ചെമ്മീനും കൂടി എടുത്ത് ഒരു പാത്രത്തിലിട്ട് വെള്ളവും ഉപ്പും ചേർത്ത് വേകാൻ വെച്ചു. ഇനി അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, ചെറിയ ജീരകം, അതിൽ കുറച്ച് മതി, അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ജീരകം, ചെറിയ ജീരകം അരയ്ക്കുമ്പോൾ. ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുവിധം നന്നായിട്ട് അരയണം. അരച്ചൊഴിച്ച് ഈ വെന്ത കറിയിലേക്ക് ഒഴിച്ച് കടുകും താളിച്ചെടുക്കണം. ചിലർ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും, പക്ഷേ കടുക് താളിച്ചൊഴിക്കുന്നതാണ് കറിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എടുത്തിട്ട് ചക്ക വേവിച്ചതും, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചക്ക വേവിച്ചായിരുന്നു. അപ്പോൾ അതിലെ ചക്ക വേവിച്ചതും കൊഞ്ചും മാങ്ങായും കറിയും കുറച്ച് മുളക് ചമ്മന്തിയും മാങ്ങ അച്ചാറും. ആഹാ, എന്താ രുചി! സൂപ്പറായിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അസാധ്യ രുചിയാണ്. പണ്ട് ചെട്ടികുളങ്ങര ഭാഗത്താണ് കൊഞ്ചും മാങ്ങായും കറി സാധാരണ ഉണ്ടാക്കുന്നത്. അതിനൊരു ഐതിഹ്യമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ എന്തായാലും നല്ല ഉണക്കച്ചെമ്മീനും മാങ്ങായും മുരിങ്ങയ്ക്കയും കൂടി ഇട്ടുള്ള കറി അസാധ്യ ടേസ്റ്റാണ് നമുക്ക്. നിങ്ങളും ഒന്നുണ്ടാക്കി നോക്കണേ.